ഹലോ, നമുക്കിന്ന് റെസ്റ്റോറൻറ്റുകളിൽ നിന്നൊക്കെ കിട്ടുന്നത് പോലെയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പി നോക്കാം. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു മുഗ്ലായി ചിക്കനാണ്. ഇത് കഴിച്ചിട്ടുള്ളവർക്കറിയാം, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ്. ഇത് ചോറിൻ്റെയും നെയ്ച്ചോറിൻ്റെയും അതുപോലെ ചപ്പാത്തി, നാൻ ഇതിൻ്റെ എല്ലാം കൂടെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ മുഗ്ലായി ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഇന്നത്തെ ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 വലിയ സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ചിക്കൻ്റെ ഇന്നത്തെ ഈ കറിയുടെ പ്രത്യേകത തന്നെ ഇതാണ്. നല്ലതായിട്ട് ഫ്രൈ ചെയ്ത സവാള അരച്ചാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്നിട്ട് കൊടുക്കാം. ഒരു വലിയ 2 അല്ലെങ്കിൽ 3 സവാള എടുക്കണം കേട്ടോ. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് എരിവിന് വേണ്ടി ഒരു 5 പച്ചമുളക് ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 17 കാഷ്യൂ നട്ട് ഞാൻ ഒരല്പസമയം ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുള്ളതാണ്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 3 ഏലയ്ക്ക, ഒരു 2 ഗ്രാമ്പു, ചെറിയൊരു കറുവാപ്പട്ട, ഒരു ടീസ്പൂണോളം നമ്മുടെ കുരുമുളക്, അതുപോലെ ഒരു ബേ ലീഫ് ഇത്രയും എടുത്തിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ഈ കറിയിലേക്ക് എരിവിന് വേണ്ടി നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. കുരുമുളകും പച്ചമുളകും മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം നല്ല കട്ട തൈര് കൂടി എടുത്തിട്ടുണ്ട്. വലിയ പുളിയില്ലാത്ത തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കിനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. വേണമെന്ന് തോന്നുവാണെങ്കിൽ ഒരല്പം വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇതിനെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ അടുപ്പിലൊരു പാൻ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണിനടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂണോളം നെയ്യ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. നല്ല കുറച്ച് ഓയിലി ആയിട്ടുള്ള ഒരു കറിയാണിത് കേട്ടോ. ഇതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അടുപ്പിൽ തീരെ കുറച്ച് വെച്ചുകൊണ്ട് വേണം പൊടികൾ ഇതിലേക്ക് ചേർക്കാൻ കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ജീരകം വറുത്ത് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് ഈ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. അടുപ്പിൽ തീ കുറച്ച് വെച്ചുകൊണ്ട് വേണം. ഈ പൊടികളുടെയൊക്കെ ആ പച്ച മണം ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നമുക്കിനി ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ്. ഇതൊരു മീഡിയം സൈസ് വലിപ്പമുള്ള കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ഈ മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അതിന് മുമ്പ് ഞാൻ ഈ ചിക്കനിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് ഉപ്പേ ചേർക്കുന്നുള്ളൂ. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഉള്ളി പേസ്റ്റൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ശരിക്കും ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ചിക്കനും മസാലയും കൂടി നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ ആ ചിക്കനും മസാലയും കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഈ ചിക്കൻ ഈ എണ്ണയിൽ കിടന്ന് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ആ എണ്ണയിലൊന്ന് കിടന്ന് കുറച്ചൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാൻ കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം അരച്ച് വെച്ചിട്ടുള്ള ഫ്രൈഡ് ഓണിയൻ്റെ പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് ഈ ചിക്കനുമായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇപ്പം ഞാനിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. അത് അരച്ചപ്പോൾ ഉള്ള ഒരു അല്പം വെള്ളം മാത്രമേ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. ഇതിപ്പോൾ ആ ചിക്കനുമായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 3-4 മിനിറ്റ് നമുക്കൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഈ സൈഡിലൊക്കെ എണ്ണയൊന്ന് നന്നായിട്ട് തെളിഞ്ഞു വരും. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് ഇത് ഞാനൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തായിരുന്നു. നോക്കിയാൽ കാണാം എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഈ സമയം ഒരു കപ്പോളം ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ കുക്ക് ചെയ്തപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തായിരുന്നു. ഞാൻ ബാക്കിയുള്ള ഉപ്പ് ഈ സമയം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഈ ചിക്കൻ ബാക്കി കൂടിയൊക്കെ വെന്ത് നന്നായിട്ട് തയ്യാറായി കിട്ടും. ഇപ്പോൾ ഒരു 15 മിനിറ്റിൽ കൂടുതലായിട്ടുണ്ട്.
നമ്മുടെ ചിക്കൻ ഇപ്പോൾ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് 1-2 തവണ ഞാൻ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തായിരുന്നു കേട്ടോ, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിലേക്ക് ഈ സമയം നമുക്കൊരല്പം പുതിനയില ഒന്ന് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് പുതിനയില മതി. ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1-2 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീമും ഞാനിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. എൻ്റെ കയ്യിലുള്ളത് നല്ല തിക്ക് ക്രീമാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ക്രീം വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അല്പസമയം കൂടി ഒന്ന് തുറന്ന് വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇതിപ്പോൾ നോക്കിയാൽ കാണാം നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ആയി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1-2 മിനിറ്റ് കൂടി ഒന്ന് ഞാനിത് തുറന്ന് വെച്ച് കുക്ക് ചെയ്തിരുന്നു. ഇപ്പം നോക്കിയാൽ കാണാം നന്നായിട്ട് ഇത് തിക്കായി കിട്ടി. നമ്മുടെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ, അപ്പത്തിൻ്റെയും ഗീ റൈസിൻ്റെ ഒക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ അന്നൂസ് റെസിപ്പീസ് എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം കേട്ടോ. നമുക്കപ്പം മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.